ഇവിടെ നിന്ന് എല്ലാവരും ചിരി പ്രതീക്ഷിക്കും. അത് നിങ്ങൾ ചിരി ഉണ്ടാക്കുന്നുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ മാക്സിമം എല്ലാവരെയും രസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ എന്തെങ്കിലും പറഞ്ഞു പൊളിഞ്ഞാൽ അതിന്റെ കഷ്ടപ്പാട് അവനറിയാൻ പറ്റും. അങ്ങനെ അങ്ങ് ചീറ്റി പോയിട്ടില്ല. നിങ്ങൾ അത്യാവശ്യം ഞങ്ങളെ നല്ലപോലെ ഇങ്ങോട്ട് വരുന്നിടം വരെ ഭയങ്കര ടെൻഷൻ ആയിരുന്നു. എന്തിനായിരുന്നു നെർവസ് ആവുന്നത്? ഇവിടെ വന്ന് ഇവരെയൊക്കെ കണ്ടപ്പോഴത്തേനും ഞങ്ങൾ ഇന്ന് ചിരിക്കയോ ഇതിനാണോ? പപ്പിക്കുട്ടി നെഗറ്റീവ് റോൾ ആണെന്നുണ്ടെങ്കിലും മൊത്തത്തില് കണ്ടെത്തലിനെ പേടിക്കുന്ന ഒരു സ്വഭാവം തന്നെയായിരുന്നു. ഞാൻ അങ്ങനെ അല്ല. അത് ഒരു ഒന്നൊന്നര നോട്ടൊക്കെ കേട്ടോ. കണ്ടോ ഇനിയാണ് യഥാർത്ഥ മാജിക് കാണിക്കാൻ വേണ്ടി പോകുന്നത്. ആക്ച്വലി എന്തൊക്കെ ഇരിപ്പുണ്ട്, മെന്റലിസം ഒക്കെ ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഈ ടീമായിട്ട് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആക്ച്വലി എനിക്ക് മെന്റൽ ആവുമെന്നല്ലാതെ കൂടുതൽ എനിക്കൊന്നും സംഭവിച്ചിട്ട് എനിക്ക് തോന്നുന്നില്ല. കുറച്ച് മെനു തന്നിട്ടുണ്ട്, അത് 2 ദിവസത്തേക്കാണെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അക്രമാസക്തനാകേണ്ടത് കാണേണ്ടി വരും ഇനി. തീർച്ചയായിട്ടും പണ്ടത്തെ നമ്മുടെ ആൻസിസ്റ്റേഴ്സ് ഒക്കെ അങ്ങനെ ആയിരുന്നല്ലോ. ഭക്ഷണം കിട്ടാതാവുമ്പോൾ അടി ഉണ്ടാവുമല്ലോ. ഇത് ഇവിടെ ഫണ്ണുണ്ടോ? നിറയെ ഫണ്ണ് മാസായിട്ടാരുണ്ട് ലാലേട്ടൻ ബോസ്. ഇവിടെ ഇപ്പോ കളിക്കാനായുണ്ട് ടാസ്ക്. 100 ദിവസങ്ങൾ ഉത്സവം. ഇത് ബിഗ് ബോസ്. ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിലാദ്യമായി ഒരു മാധ്യമ സംഘം ബിഗ് ബോസ് മത്സരാർത്ഥികളെ കാണാനായി എത്തിയിരിക്കുകയാണ്. എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും ബിഗ് ബോസ് വീട്ടിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഇപ്പോൾ മത്സരാർത്ഥികളോട് ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ബിഗ് ബോസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ പലപ്പോഴും ഫുഡിന്റെ കഴിക്കുന്ന കാര്യത്തിൽ നേരത്തെ ഇറങ്ങിയിട്ടുള്ള കണ്ടസ്റ്റന്റും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഇരിക്കുന്നവരില് സ്റ്റാർട്ടിങ് വിത്ത് റോൺസൺ വിൻസെന്റ്. എനിക്കറിയാം. എവിടെ ഏത് ആർട്ടിസ്റ്റുകളുടെ ഇടയിൽ പറഞ്ഞാലും റോൺസൺ വന്ന് തിന്നുന്നത് കണ്ടു, എന്നാ തീറ്റ ചെയ്ത് റോൺസൺ ആർക്കും കൊടുക്കാത്ത രീതിയിലാണ് നോൺ വെജ് ഒക്കെ ആ രീതിയിൽ തിന്നുന്നത്. റോൺസന് ഭക്ഷ്യക്ഷാമം നേരിടേണ്ടി വരുമോ ബിഗ് ബോസില്? തീർച്ചയായിട്ടും വേണ്ടി വരും. അല്ല, ഇപ്പോ ആക്ച്വലി നമുക്ക് കുറച്ച് മെനു തന്നിട്ടുണ്ട്, അത് 2 ദിവസത്തേക്കാണെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത്രേ ഉള്ളൂ. അത് എത്ര ദിവസത്തേക്കാന്നുള്ളത് ഇനി അവർ പറയും. ഓക്കെ. അല്ല, ഈ അക്രമാസക്തനാകേണ്ടത് കാണേണ്ടി വരും ഇനി. കിട്ടാത്ത ഫുഡ് എന്തെങ്കിലും കിട്ടാത്ത രീതിയിൽ. തീർച്ചയായിട്ടും പണ്ടത്തെ നമ്മുടെ ആൻസിസ്റ്റേഴ്സ് ഒക്കെ അങ്ങനെ ആയിരുന്നല്ലോ. ഭക്ഷണം കിട്ടാതാവുമ്പോൾ അടി ഉണ്ടാവുമല്ലോ. ഇത് ഈ കോമഡി താരങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും കോമഡി ആയിരിക്കില്ല എപ്പോഴും. പക്ഷേ ജനങ്ങൾ വിചാരിക്കുന്നത് ഇവരെപ്പോഴും നമ്മളെ ചിരിപ്പിച്ചുകൊണ്ട് മാത്രം നിങ്ങളെ കാണുന്നതുകൊണ്ട് ജനങ്ങൾ വിചാരിക്കും ഇവരെപ്പോഴും ഇങ്ങനെ ചിരിപ്പിച്ചുകൊണ്ട് നടക്കുന്നതാണ്. മുൻ സീസണിൽ നോബി അടക്കമുള്ളവർ വന്നപ്പോൾ അങ്ങനെ വിമർശനം ഉണ്ടായിരുന്നു. നോബി അധികം തമാശ പറയുന്നില്ലല്ലോ എന്നൊക്കെയുള്ള ഒരു ചോദ്യങ്ങൾ പ്രേക്ഷകർക്കിടെ ഉയർന്നിരുന്നു. ഈ ഒരു വിമർശനത്തെ നിങ്ങൾ രണ്ടുപേരും എങ്ങനെ മറികടക്കാനുള്ളത് ഉദ്ദേശിച്ചു? ഇടയ്ക്കിടയ്ക്ക് ഡോറ് തുറന്നു വിട്ടാൽ മതി, എങ്ങനെ പോയിക്കോളല്ലേ. പിന്നെ എനിക്ക് ആകെയുള്ളൊരു ധൈര്യം സാധാരണ അല്ല ധൈര്യമല്ല, സാധാരണ ഇപ്പോൾ കൊമേഡിയൻ എന്ന് പറയുന്ന ഒരു ജോണറിൽ ഒരാളൊക്കെ ഒരു സീസണിൽ വന്നിട്ടുള്ളൂ. ഇത്തവണ എനിക്കുള്ളൊരു ഇതെന്ന് പറയുന്നത് ഇവനുണ്ട്. കാരണം ഞാൻ എന്തെങ്കിലും പറഞ്ഞ് പൊളിഞ്ഞാൽ അതിന്റെ കഷ്ടപ്പാട് അവനറിയാൻ പറ്റും. അവൻ പൊളിഞ്ഞു പോയാൽ അതിന്റെ കഷ്ടപ്പാട് എനിക്കറിയാം. അതുകൊണ്ട് പരസ്പരം നീ പറഞ്ഞു ഞാനാണ് ഫുള്ള് സംസാരിച്ചത്. ആണോ? അതിന് നമ്മളിപ്പോ ഇവിടെ സ്ക്രിപ്റ്റ് ഇല്ല, കാര്യങ്ങളില്ല, എന്ത് നടക്കുന്നോ ഞങ്ങൾ കുറെ ബുദ്ധിമുട്ടുന്നുണ്ട്. ഇതുവരെ നിങ്ങൾ അങ്ങനെ അങ്ങ് ചീറ്റി പോയിട്ടില്ല. നിങ്ങൾ അത്യാവശ്യം ഞങ്ങളെ നല്ലപോലെ അഖില അങ്ങ് ആറാടുകയാണ് ശരിക്കും. അല്ല, ഇതെല്ലാം നോമിനേഷൻ വരുമ്പോഴും ഇതേ രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്യേണ്ടി വരും. അല്ല, സീരിയസ്ലി ഇത്രയും നേരം ഞങ്ങൾ ഒരുപാട് ചിരിച്ചു. ശരിക്കും പറഞ്ഞാല് ഇങ്ങോട്ട് വരുന്നിടം വരെ ഭയങ്കര ടെൻഷൻ ആയിരുന്നു. എന്തിനായിരുന്നു നെർവസ് ആവുന്നത്, എന്തിനാ ഇത്ര പേടിക്കുന്നു എന്നൊക്കെ ഓർക്കുമ്പോ അയ്യോ നമ്മുടെ കൂടെ ഉള്ളവർ എന്തായിരിക്കും എങ്ങനെയായിരിക്കും എന്നൊക്കെ ഓർത്ത് ഇവിടെ വന്ന് ഇവരെയൊക്കെ കണ്ടപ്പോഴത്തേനും ഞങ്ങൾ ഇന്ന് ചിരിക്കയോ ഇതിനാണോ ഇത്രയും ദിവസം ടെൻഷൻ അടിച്ചതെന്നാണ്. എന്തായാലും ഇതുവരെ ഹാപ്പിയാണ്. ഈ വാനമ്പാടി സീരിയലില് പപ്പിക്കുട്ടി കാരണം എല്ലാരും എന്താ പറയാ നെഗറ്റീവ് റോൾ ആണെന്നുണ്ടെങ്കിലും മൊത്തത്തില് കണ്ടെത്തലിനെ പേടിക്കുന്ന ഒരു സ്വഭാവം തന്നെയായിരുന്നു ആ സീരിയലിനകത്ത്.
വളരെ പാവപ്പെട്ട രീതിയിലേക്ക് എല്ലാം കാണുന്നൊരു വല്ലാത്ത നോ, ഞങ്ങളെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പലവട്ടം പേടിപ്പിച്ചു. എന്നെയും പേടിപ്പിച്ചു. ഞാൻ നോക്കുമ്പോഴൊക്കെ എല്ലാരും പേടിക്കുക. ഞാൻ അങ്ങനെ അല്ല. അത് ഒരു ഒന്നൊന്നര നോട്ടൊക്കെ കേട്ടോ. ഇനിയിപ്പോ പുക എല്ലാവർക്കും മനസ്സിലാവും. കണ്ടോ? അല്ല, സുചിത്ര രാവിലെ എപ്പോഴും വെളുപ്പാക്കാലം 4 മണിക്ക് അമ്പലങ്ങളിലൊക്കെ പോകുന്ന സ്റ്റാറ്റസ് ആണ് ഇടാറുള്ളത്. ഇനി കുറച്ച് ദിവസം അമ്പലങ്ങളിലൊന്നും പോകാൻ പറ്റില്ല. ഇവിടെ വല്ല അമ്പലവും സൃഷ്ടിച്ചിട്ടുണ്ടോ? അറിയാണ്ട് ദൈവത്തിലേക്ക് വിളിക്കുമായിരിക്കും. ഐറ്റംസ് എല്ലാം അങ്ങ് പിടിച്ചു വാങ്ങി വെച്ചു. അപ്പൊ എന്നോട് പറഞ്ഞ് ഇനി പോയി കാണിച്ചാന്ന് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ക്യാരറ്റ് ഉണ്ടാക്കി ഇരിപ്പുണ്ട്. ഇനിയിപ്പം അതെ ഇനിയാണ് യഥാർത്ഥ മാജിക് കാണിക്കാൻ വേണ്ടി പോകുന്നത്. ആക്ച്വലി ഉണ്ടാക്കി ഇരിപ്പുണ്ട്. മെന്റലിസം ഒക്കെ ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഈ ടീമായിട്ട് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആക്ച്വലി എനിക്ക് മെന്റൽ ആവുമെന്നല്ലാതെ കൂടുതൽ എനിക്കൊന്നും സംഭവിച്ചിട്ട് എനിക്ക് തോന്നുന്നില്ല. മാജിക് ഞങ്ങൾ സഹിക്കും, പക്ഷേ ഭക്ഷണം മാജിക് മാത്രം കാണിക്കരുത്. റോൺസണ് ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. റോൺസണ് ഞങ്ങൾക്ക് കുറച്ച് ദിവസം കൂടെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഭക്ഷണം വാനിഷ് ആക്കുന്ന മാജിക്കിൽ കൈവെക്കണ്ട. ബിഗ് ബോസ് വഴക്ക് കൊടുത്തായിരുന്നു. കാരണം ബാത്റൂമിന്റെ ഏരിയയിലെ മെയിൻ ക്യാമറയിൽ ഇവന്റെ അടുത്ത് ജാനകി വീട്ടിൽ പാട്ട് പാടാൻ പറയും. എന്റെ അടുത്ത് ഏത് പാട്ടാണ്? ഞാൻ ഇന്നേ വരെ കുളിക്കുമ്പോ പോലും പാടിയിട്ടില്ല. എന്റെ അടുത്ത് ഞാൻ ടെമ്പോ ഇട്ട് കൊടുത്ത് പാടാം. ഞാൻ പാട്ട് പാടി വരെ കൊടുത്തു. കൊറേ പാട്ട് പച്ചക്കറി ബീൻസ് മുറിക്കുന്ന സമയത്ത് പാടാൻ പറഞ്ഞില്ലേ? തുടർ ചോദ്യം. അതായത് ഈ അടുത്ത് ലുലുമാൾ വന്നപ്പോ അത് ലുലുമാൾ പാട്ടാക്കി. ബാബു മോലെ കയറിയപ്പോ അതും ഒരു പാരഡി സോങ് ആക്കി. ബിഗ് ബോസിലേക്ക് വരുന്നതിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഇറക്കിയിട്ടുണ്ടോ? ഞാൻ കൊടുത്തിട്ടാ വന്നത്. ഇപ്പൊ നമുക്ക് ഈ പ്രസ് മീറ്റില് അത് ഇവിടെ ഫണ്ണുണ്ടോ? നിറയെ ഫണ്ണ് മാസായിട്ടാരുണ്ട് ലാലേട്ടൻ ബോസ്. ഇവിടെ ഇപ്പോ കളിക്കാനായി എന്തുണ്ട് ടാസ്ക്. 100 ദിവസങ്ങൾ ഉത്സവം. ഇത് ബിഗ് ബോസ് സീസൺ 4. ഇത് ബിഗ് ബോസ്. ജാസ്മിനോടാണ്. ഇവിടെ ഇരിക്കുമ്പോ തന്നെ മസിൽ പിടിച്ചാണല്ലോ ഇരിക്കുന്നത്. പിടിക്കാൻ മസിലൊന്നും ഇല്ലേ? എല്ലാരും മസിൽ തന്നെ പറയുന്നത്. എങ്ങനെയാണ് ജിമ്മിന്റെ ട്രെയിനറാണ്? അതെ അതെ കോച്ചാണ്. ബിഗ് ബോസിലോട്ടുള്ള യാത്ര എങ്ങനെയായിരുന്നു? ഞാൻ ആക്ച്വലി കോള് വരുന്ന സമയത്ത് മണാലിയിലായിരുന്നു. ഒരു 1 ഇയർ കോവിഡൊക്കെ ആയിട്ട് ജിമ്മൊക്കെ ക്ലോസ് ചെയ്ത സമയം പിന്നെ മണാലിയിൽ പോയിട്ട് വെറുതെ ബാംഗ്ലൂരിൽ ട്രാഫിക് കിടന്ന് ബുദ്ധിമുട്ടുന്നുണ്ട്, മണാലി പോകാമെന്ന് വിചാരിച്ചു. സോ മണാലിയിലായിരുന്നു. ദെൻ അവിടെ വർക്കൗട്ടും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഈ കോള് വന്നിട്ടായിരുന്നു പേടി. ഞാനാണെങ്കിൽ 5 കിലോ കൂടി തിന്ന് ഉറങ്ങുക. തണുപ്പാണല്ലോ, അപ്പോൾ പുതച്ചു മൂടി ഉറങ്ങലായിരുന്നു പണി. സോ പിന്നെ ബാംഗ്ലൂരിലെത്തി. ഞാനൊരു 1 മന്ത് മുമ്പ് ബാംഗ്ലൂരിലെത്തി. വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്ത് 20 ഡേയ്സിലൊന്നും ഒന്നും ആവാൻ പറ്റൂല. ദെൻ തിരിച്ചിവിടെ എത്തി. സോ പിടിക്കാൻ മാത്രമൊന്നും ഇല്ല മസില്. ഉള്ള സമയത്ത് ഇവര് വിളിച്ചതും ഇല്ല. ദിൽഷ, ഈ ടീമിലേക്ക് വന്നപ്പോൾ, ബിഗ് ബോസിലേക്ക് വന്നപ്പോൾ ഈ എല്ലാവരെയും അല്ല, ഇത്തവണ പുരുഷന്മാരാണ് ഇങ്ങനെ ഔട്ടായി പോകുന്നത്. ഇവിടെ ആറ്റിയാൽ പൊങ്കാലായി പോകും. വരുന്നത് ആണുങ്ങളാണ്.
ഞാൻ ഫസ്റ്റ് കണ്ടത് റോൺസൺ ചേട്ടനെയാണ്. അപ്പൊ എനിക്ക് ഏകദേശം അറിയാം. എനിക്ക് തോന്നി പട്ടിണിയാവുന്നു ഫസ്റ്റ് കണ്ടപ്പം. അപ്പം എല്ലാവരും എനിക്ക് ഒരുപാട് പേര് അറിയില്ല, പക്ഷെ കുറച്ച് പേര് അറിയാം. ടെൻഷനൊന്നും തോന്നിയില്ല, ഓക്കെയാണ്. ഇനി പോകുമ്പോൾ അറിയാം. ഓക്കെ, എൻ്റെ ക്വസ്റ്റ്യൻ നമ്മുടെ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റീസിനോടാണ്, ഡോക്ടർ മച്ചാനോടും അപർണയോടും ഒക്കെ. സോ നിങ്ങളുടെ ക്ലെയിം ടു ഫെയിം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ആണ്. ഇനിയിപ്പോൾ ഒരു 3 മാസത്തേക്ക് അതില്ല, ഫോണും ഇല്ല, ഒന്നുമില്ല. സോ എങ്ങനെയാണ് ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്? എങ്ങനെയാണ്? പ്രത്യേകിച്ചൊന്നും ഹാൻഡിൽ ചെയ്യാനില്ല. ഇത് തന്നെ ആക്ച്വലി ഒരു ഫെസ്റ്റിവൽ കണക്കാണ്. സോ ഞങ്ങളെല്ലാവരും എന്താ പറയുക, ഒരു ഫാമിലി കണക്കാണ്. ഇപ്പം ഇതിൽ വഴക്കുണ്ടാവാം, തമാശകളുണ്ടാവാം, സന്തോഷം എല്ലാം ഉണ്ടാവാം. സോ ഞങ്ങൾ എങ്ങനെയാണോ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. സോഷ്യൽ മീഡിയ വഴി നമുക്കൊരു കൺട്രോൾ ഉണ്ടാവുമല്ലോ, നമ്മളുടെ ഇമേജ് എങ്ങനെ ആവണം എന്നൊക്കെ. പക്ഷെ ഇവിടെ വരുമ്പം നമ്മൾ ആക്ച്വലുള്ള പേഴ്സണാലിറ്റി എല്ലാവരും കാണും, അത് ഇഷ്ടപ്പെടണേ എന്ന് നമുക്കൊരു ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അത് ഇവിടെ ഓരോ ചാലഞ്ചസ് വരുമ്പം, വഴക്ക് പറയുമ്പം, അങ്ങനെയൊക്കെ ഈ ഒരു ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമ്പം നമുക്ക് എങ്ങനെയാണ് വളരാൻ പറ്റുന്നത്, ആ ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അത് ആ ഒരു വളരാൻ പറ്റുന്ന ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പം അത് ഫുള്ളായിട്ട് നമ്മൾ 100% വെക്കണം. സോ ഇതൊരു ലൈക്ക് ഫുൾ ന്യൂ ചാപ്റ്ററാണ് നമുക്ക് എല്ലാവർക്കും. സോ വി ആർ ഓൾ ടുഗെദർ. സോഷ്യൽ മീഡിയ ആയാലും ഇൻഡസ്ട്രി ആയാലും മജീഷ്യൻ, ഡോക്ടർ, എല്ലാവരും ഉണ്ട് ഇവിടെ. നല്ലൊരു ഡൈവേഴ്സ് ഗ്രൂപ്പാണ്. അപ്പം കുറേ നല്ല അടിപൊളി ഓപ്പർച്യൂണിറ്റീസ്, എക്സ്പീരിയൻസസ് വരട്ടെ. എന്തായാലും വരും എന്നുണ്ട് അല്ലേ? ഞാനൊരു ഡോക്ടറാണ്, ഒരു മോട്ടിവേഷൻ സ്പീക്കറാണ്. സോ അതിലുപരി ഒരു പച്ചയ മനുഷ്യനാണ്. സോ എനിക്ക് എല്ലാ കൈൻഡ് ഓഫ് ഫീലിങ്സും ഉണ്ട്, എല്ലാ കൈൻഡ് ഓഫ് ഇമോഷൻസും ഉണ്ട്. സോ ഒരു ഡോക്ടർ ആണെങ്കിലും റിയാക്ട് ചെയ്യേണ്ട സ്ഥലത്ത് ഞാൻ റിയാക്ട് ചെയ്യും. സോ ഞാനൊന്നും മനുഷ്യനെ അക്സെപ്റ്റ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ചിലവര് സിനിമകളിലൂടെ എന്നെ അറിയാം. ഇപ്പൊ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള കഥാപാത്രങ്ങൾ വെച്ചിട്ട് എന്നെ ജഡ്ജ് ചെയ്യാറുണ്ട്. അപ്പം ഞാൻ എന്താണോ എനിക്ക് തോന്നുന്നത് ധന്യ മേരി എന്ന് പറഞ്ഞ ആള് എന്താണ്, ആസ് എ ഹ്യൂമൻ ബീയിങ് എന്താണ് എന്നുള്ള ആളുകൾക്ക് കാണാൻ പറ്റും. പിന്നെ ഇതൊരു ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോമാണ്. ഇത് മാക്സിമം ഇതിൽ നിന്ന് നല്ലത് എന്ത് പഠിക്കാൻ പറ്റുമോ അത് പഠിക്കും. വേണ്ടാത്തതൊക്കെ ഇവിടെ നിന്ന് തന്നെ കളഞ്ഞിട്ട് ഞാൻ പോകും. അപ്പം എന്നെ അങ്ങനെ തന്നെ കാണാൻ പറ്റും എന്നാണ് വിശ്വസിക്കുന്നത്. അല്ല, ഞാൻ അങ്ങനെ ഭയങ്കര എനിക്ക് എന്താ പറയുക, ഇമോഷൻ ചേഞ്ചസ് എപ്പോഴും വരും. ഞാൻ ആക്റ്റീവായിരിക്കുന്ന സമയത്ത് നല്ല ആക്റ്റീവായിരിക്കും, അല്ലാത്ത സമയത്ത് ഞാൻ കുറച്ച് ആലോചിക്കുന്നൊക്കെ ഒരാളാണ്. വെറുതെ ഇരിക്കുകയും ആലോചിക്കുകയും ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന, കുറച്ച് സമയം ഇങ്ങനെ തനിയെ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പം അത് തീർച്ചയായിട്ടും അതൊരു നമ്മുടെ ഫ്രീഡം ആണ്. ഞങ്ങൾ വന്ന ഉടനെ തന്നെ ബോഡി ബിൽഡിംഗ് തുടങ്ങി. സൂരജിന്റെ ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരാളാണ്. വന്ന സൂരജിന് കിട്ടിയില്ല, വെയിറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പൊ അത് വെയിറ്റ് വർത്തി സൂരജിന്റെ ഇൻട്രോ തന്നെ പൊക്കി എടുത്തിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അത്യാവശ്യം വെയിറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ പിന്നെ അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. റോൺസിന് വെയിറ്റ്